കേരളത്തിൽ ഇന്ന് ഒരുവിധ റോഡൊക്കെ നന്നായി, എന്നാലും നമ്മളെ റോഡ് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഈ ചർച്ചയാണ് ഇന്നത്തെ യാത്രന്റെ കാരണം. ആനക്കാമ്പോയിൽ നിന്ന് വയനാട്ടിലേക്ക് പോണ തുരങ്കപാത വന്നാൽ നമ്മളെ റോഡും വികസിക്കുന്ന പറഞ്ഞ്. എന്നാ അതിനെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. ഉസ്താദിന്റെ നാട് മേപ്പാടി ആയതുകൊണ്ട് ഇത് വന്നാൽ ഉസ്താദിന് പെട്ടെന്ന് നാട്ടിലെത്താനുള്ള വകുപ്പ് ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചാണ് ഉസ്താദും പോകുന്നത്. തുറക്കുമ്പോ പാറ കിട്ടുമെന്ന് അറിയാവുന്ന അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം മേപ്പൊക്കെ നോക്കി ഇതന്നാണ് ആ തുരങ്കം വരുന്ന പാറ അങ്ങോട്ട് ഉറപ്പിച്ച്. എന്തായാലും തുരങ്കം നോക്കാൻ വന്നതാണെങ്കിലും ഈ സ്പോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു തൂക്കുപാലത്തിന്റെ ആ ഒരു ഭംഗിയൊക്കെ അടിപൊളിയായിരുന്നേ. ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിലെ തന്നെയാണ് തുരങ്കം വരുന്നത് എന്നുള്ള ആ ഒരു തീരുമാനം അങ്ങോട്ട് ആയില്ല കേട്ടോ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, തുരങ്കം വന്നാൽ നമ്മളെ കോഴിക്കോട് നിന്ന് വയനാട് പോലെ സിമ്പിൾ ആവട്ടോ. എന്തായാലും ഈ ലൊക്കേഷൻ അടിപൊളിയാട്ടോ. ആനക്കാമ്പയിൽ നമ്മളെ ഈ റോഡ് അങ്ങോട്ട് കൈന്നെടുത്താട്ടോ ഈ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ വരണം എന്നൊന്നും ഞാൻ പറയൂല, സ്ഥലം ഡേഞ്ചർ ആണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.